എൻ്റെ പേര് നാരായണനാണ്. ബോംബെയിലായിരുന്നു. ഒരു 12-13 വയസ്സ് മുതൽ ബോംബെയിലായിരുന്നു. അപ്പോൾ ആ ചെറിയ കാലത്ത് തന്നെ ഓര് ബോംബെയിൽ വരാറുണ്ട്. അപ്പോൾ കൂടെ 5-10 ആൾക്കാരുണ്ടാവും. ഒരു അത്തോളിയുള്ള മൂസ മുസ്ലിയാർ, പുറക്കാടുള്ള ഒരു മുസ്ലിയാർ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇവർ വന്ന ഉടനെ എൻ്റെ അടുത്താണ് വരിക. വന്ന് എങ്ങനെ നാരായണ എന്നെ വിളിക്കുന്നത് ഓർ വന്നിരിക്കുന്നത് അറിയും. അപ്പം ഞാൻ എന്തായാലും പോകും. അത് കോഴിക്കോട്ടിലെ വളപട്ടണ ഒരു ആചാര ബിൽഡിംഗ് ഉണ്ടായിരുന്നു ബോംബെയിൽ. GT സ്റ്റേഷൻ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ അടുത്തേക്ക് പോകും. അവിടെ പോയാൽ എന്നെ നേരെ അടുത്ത് ഇരുത്തും. വാ ഇവിടെ ഇരിക്കുന്ന അറിയും. ഞാൻ പേടിച്ചുകൊണ്ട് ദൂരെ നിൽക്കും. ദൂരെ നിന്നാലും അല്ലല്ല ഇങ്ങോട്ട് വന്നറിയും. എൻ്റെ അടുത്തിരിക്കും. അടുത്തിരുന്ന് അവിടുത്തെ എന്താ ചായ കഞ്ഞി എന്തെന്നാള് അതിലൊന്നിച്ച് കഴിച്ച് അങ്ങനെ പറയും. അപ്പോൾ എന്നോട് ഓരോന്നെല്ലാം പറയും. ഇത് അവിടെയുള്ള ബോംബെയിലെ ആൾക്കാർ, അത് ബാബുഭായ് ദുദുവാല, ആച്ചിമസ്ഥാൻ്റെ ആൾക്കാർ, അങ്ങനെ പല ആൾക്കാർ പ്രഗത്ഭന്മാർ ബോംബെയിലുള്ള ഒരു പ്രഗത്ഭന്മാരെല്ലാം വരും. എന്നിട്ട് അവിടെ നിന്ന് ഗേറ്റിൻ്റെ പുറമെ എന്നോട് ചോദിക്കും, ഞങ്ങൾക്കൊന്ന് കാണാൻ സാധിക്കുമോ? ഒന്ന് പറ, അവർ ഭാഷയിൽ ഒന്ന് സംസാരിക്കുന്നറിയും. ഓക്കെ, ഞാൻ പറയാന്നറിയും. അപ്പോൾ ഞാനിങ്ങനെ പഠിച്ച് പഠിക്കുന്ന ഒരാൾ വന്നിട്ടുണ്ട്, ഇങ്ങനെ ആളാ അതിനുത്തരം പറയില്ല. കുറെ കഴിഞ്ഞപ്പോൾ ഇത് പോയോ? ഞാൻ പറഞ്ഞു പോയിട്ടില്ല, വരാൻ പറയും. ഒരു ദർശനം. അവർക്കത് മാത്രം മതി. കൈ പിടിച്ചൊന്ന് മൊത്തണം. അവർക്ക് ആകെ വേണ്ടത് കൈ പിടിച്ചൊന്നും മൊത്തം. അത് മാത്രമായിരുന്നു അവർക്ക് വേണ്ടത്. അവർ വേണ്ടേ പിന്നെ എന്നോട് ഇങ്ങനെ പറയും, എന്താ അവർക്ക് എൻജോയ് ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, എന്തൊക്കെ ഒന്നും ചെയ്യണ്ട. അവർക്ക് എന്ത്, ഇവർ കൂടെയുള്ള ആൾക്കാർ അവർക്ക് എന്ത് മേടിച്ചു കൊടുക്കും, ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കും, പുതപ്പ് മേടിച്ചു കൊടുക്കും. ഇവർക്കെല്ലാം ബോംബെയിൽക്കാർ എന്തെങ്കിലും സഹായങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അതിനെല്ലാം എന്നോട് ചോദിക്കും, ഞങ്ങളത് ചെയ്യേണ്ടി. ഞാനിതെല്ലാം പറയും, ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി, മറ്റൊന്നുമില്ല, ഓർക്കയും വേണ്ട, ഓർക്കൊന്നും വേണ്ട എന്നറിയും. അപ്പോൾ എല്ലാവരെയും ഒരു മതത്തിനധീഷ്ഠിതമായിട്ടൊന്നല്ല, എല്ലാവരെയും സ്നേഹമായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളോടെല്ലാം വളരെ സ്നേഹമാണ്. ഞാൻ വെച്ചാൽ മൂപ്പറ മകളെ കല്യാണം കഴിച്ച PC അഹമ്മദ് ഹാജി ഉണ്ടല്ലോ, താഴെ മൂപ്പർ ഞാൻ വളരെ സ്നേഹത്തിലാണ്. ഞാൻ പണ്ട് ചെറിയ കാലത്ത് തന്നെ ഇവിടെ വന്ന് കിടക്കലും ഉറങ്ങലും വരെയായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. ഒരിക്കൽ ബോംബെയിൽ നിന്ന് ഡാമർ ഗല്ലി എന്നൊരു സ്ഥലമുണ്ട്, GT സ്റ്റേഷൻ അടുത്താണ്, മസ്ജിദ് ബന്ധറിൽ ഡാമർ ഗല്ലിയിൽ പള്ളിയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇരുന്ന് കുറേ ആൾക്കാർ ചുറ്റുമുണ്ട്. പിന്നെ ആൾക്കാരെല്ലാം ദൂരെ പോയി. അപ്പം ഞാൻ വിവരം അറിഞ്ഞു, ഇരിക്കുന്നുണ്ട്, അങ്ങോട്ടേലും പോകുന്നില്ല എന്നാണ്. ഞാൻ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അതിനടുത്തല്ല, കുറച്ച് ദൂരെ നിന്ന് പേടിച്ചോണ്ട് ഞാൻ നോക്കുന്നത്. കണ്ണ് ഉരുണ്ട് ചുവന്ന നിറായിട്ട് വരിക. എനിക്കിതിൻ്റെ പേടിയായിപ്പോയി. അടുത്ത് ഞാൻ പറഞ്ഞാൽ ആരോടും പറഞ്ഞു, ഒന്നും മിണ്ടല്ല. ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ആരോടും മിണ്ടാതെ ഒറ്റ പോക്ക് ഫ്ലാറ്റിലാക്കി. അവർ പോക്കാ 24 മണിക്കൂർ വാതിലടച്ചാൽ കുത്തിരുന്നു. 24 മണിക്കൂർ. പിറ്റേന്ന് നേരെ പോലത്താണ് വാതിൽ തുറന്നിട്ടുള്ളൂ. അതേവരെ മിണ്ടില്ല, ഒരാളോട് മിണ്ടിയില്ല. അങ്ങനെ ചില പ്രത്യേക സമയങ്ങളുണ്ട്. പിന്നെ ഒരിക്കൽ ഹജ്ജിന് പോകാൻ വേണ്ടി ഉണ്ടായിരുന്നു ബോംബെയിൽ. അപ്പോഴും ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് വരികയും സീപോർട്ട് പോയി തിരിച്ചു വന്നിട്ടുണ്ട്. അതും ഒരു ഇമിഗ്രേഷൻ കോംപ്ലിക്കേഷൻ ആയത്. അപ്പോൾ അവർ പറഞ്ഞ് ഷിപ്പ് പോകുന്നില്ല എന്നല്ല അവിടുത്തെ ആൾക്കാർ. ഈ ബാക്കി കുറേ ആൾക്കാർ കയറിയിട്ടല്ലോ. അങ്ങനെയാണ് പിറ്റേന്ന് കൊണ്ടുപോകുന്ന ചരിത്രം ഒരുപാട് ചരിത്രമുണ്ട്. പറഞ്ഞാൽ തീരാത്ത ചരിത്രങ്ങളാണ് മൂപ്പരേക്ക്. അത് എല്ലാവിധ ആൾക്കാരും, ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ള ആൾക്കാർ, അത് ജാതി മതം അങ്ങനെ യാതൊരു അടുക്കും ചിട്ടയില്ലാണ്ടാണ്. എന്താന്ന് വെച്ചാൽ ഇപ്പം ചെറുമുണ്ണൂർ മുക്കിൽ വന്നാൽ ശരിക്കും കൂളീൻ്റെ പീടിയെല്ലാം വന്നിട്ട് ഒരിക്കലും ഞാൻ കണ്ട്. അപ്പം മൂപ്പർ ചായ കുടിച്ചിട്ട് പലരും ചായക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് എന്തോ അതിലെന്നോ തന്നാ നാരായണ ചായ അന്നേരം എൻ്റെ കയ്യിൽ നേരിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കി സ്തബ്ധനായിപ്പോയി. എനിക്ക് തോന്നുന്നു 100-150 ആളെങ്കിലും ഉണ്ടായിരിക്കും. അത്രയും സ്നേഹത്തിലാണ്. അത് വീട്ടിൽ വന്നാൽ ഞാൻ ഈ ഇടയ്ക്ക് ഓരോ മരിക്കുന്നതിന് മുമ്പായിട്ട് 1 വർഷം മുമ്പ് ഞാൻ ഇവിടെ വീട്ടിൽ വന്നത്. ഞാൻ എൻ്റെ ചെറിയ 2 മക്കളും സന്ധ്യയ്ക്കാണ് വന്നത്. അപ്പോൾ ആരെയും റൂമിൽ കയറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഒരു തറുവി എന്ന ഒരാളുണ്ട്. ഞാൻ പറഞ്ഞു വന്നതാണ്. ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാം, ആരെയും കാണാൻ അനുവദിക്കുന്നില്ല, നിന്റെ പേര് പറയാനാണ്. അപ്പം പറഞ്ഞു, ഞാൻ ബോംബെ ധാരാളം വന്നു എന്ന് പറഞ്ഞു. അവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് തറുവി പറഞ്ഞു, മഹാഭാഗ്യം എന്താണെന്ന് അറിയില്ല, എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ആളാണെന്ന് ഞങ്ങൾക്ക് കുറേ നിസ്കരിക്കാൻ വന്ന് അപ്പം തന്നെ അടുത്തിരുത്തി ചായയും ബിസ്ക്കറ്റും കണക്കിന് ബിസ്ക്കറ്റാണിരുന്നത്. ഇത് തിന്ന് തന്നെ പറയുന്നത്, തിന്നാൻ തന്നെ പറഞ്ഞത്. ഞാൻ പിന്നെ എടുത്തെടുത്ത് മടിയിൽ ജയിച്ചാലും വെച്ച് അതാണ് പോകരുത്, ഭക്ഷണം കഴിച്ചാൽ പോകാനാണ്. ഞാനിങ്ങനെ പറയും, ചെറിയ പെൺകുട്ടികളാണ് ഇങ്ങനെ ഫോൺ പറഞ്ഞില്ല. ഞാൻ പോയേ അന്ന് അനുഗ്രഹമല്ല തന്ന് കൈവച്ച് ഇങ്ങനെ പറഞ്ഞു. ഒരിക്കലും അതുപോലെ എൻ്റെ അനുജനൊരു പുതിയ ജീപ്പ് വാങ്ങിയിരുന്നു. ജീപ്പ് വാങ്ങി ടാക്സി ആക്കി അവിടെ വെച്ചതാണ്. അപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞാൽ പാറക്കണ്ടി ബഷീറിന് എയർപോർട്ട് പോകണം, ദോഹയിലേക്ക്.
അപ്പോൾ അവൻ ബുക്ക് ചെയ്തിട്ടുണ്ട് 3 മണിക്ക് പോകണമെന്ന്. അപ്പോൾ ഡ്രൈവർ 3 മണിക്ക് വന്നപ്പോൾ ജീപ്പ് അവിടെ ഇല്ല, ജീപ്പ് കാണുന്നില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങോളം പരതി സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത് അങ്ങനെ അങ്ങോളം പോയി ഒന്നുമില്ല. 2-3 ദിവസം കഴിഞ്ഞ് അപ്പോൾ ഞാൻ എല്ലാവരും എന്നോട് പറയും എൻ്റെ ഒരാളാണല്ലോ കണ്ടിത്തായ ഓറ്, നിങ്ങൾക്ക് എന്താ നാട് പോയാൽ എൻ്റെ മനസ്സിലുണ്ടത്. അപ്പം ഞാൻ ഒരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ സംഗതി ഉണ്ട്. അപ്പം എന്നോട് പറഞ്ഞു അവിടെ ഇരിക്കുക, വീട്ടിൻ്റെ ഉള്ളിലല്ല, ആ ഇരുത്തിമില് പോവില്ല, എൻ്റെ പോവില്ല, കേരളം വെട്ടിക്കില്ല, ഇങ്ങനെയാ പറയുന്നത്. എന്നാൽ എനിക്ക് മനസ്സിലാകുന്നില്ല പറയുന്നത്. കേരളം വെട്ടിക്കില്ല കേട്ടോ, കേരളം വെട്ടിക്കില്ല. അതെന്ത് 10 ദിവസമല്ലേ, 10 ദിവസം അത് കിട്ടും. ശരിക്കും 9ാമത്തെ ദിവസം വണ്ടി കിട്ടി. വാളയാർ ചെക്ക് പോസ്റ്റിൽ നിന്ന് എൻ്റെ വണ്ടി ഉണ്ട് എന്ന് പറഞ്ഞ് പോലീസ് പയ്യോളി പോലീസിൽ അവിടുത്തെ പയ്യോളിയിൽ നിന്ന് പേര് വിളിച്ച് നേരിട്ട് തന്നെ, അന്ന് ലാൻഡ് ഫോണാണ്, എൻ്റെ വീട്ടിൽ വിളിച്ച് ഇനി വരണം സ്റ്റേഷനിൽ. ഞങ്ങളവിടെ പോയി. ശരിക്കും അത് എന്താന്ന് പറഞ്ഞു അറിയില്ല. ഞാൻ അത്ഭുതമായിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ അനുഭവ കഥകൾ 1000-1000 കഥകൾ ഉണ്ട്. ബോംബെയിൽ വന്നാൽ ആദ്യം എന്നെ വിളിക്കുക. ആദ്യം അതാ ബോംബെക്കാർക്ക് കേരള മുസ്ലിം ജമാഅത്തിനെ അറിയാം, കേരള മുസ്ലിം ജമാഅത്തിനെ അറിയാം. ഒരിക്കലും എനിക്ക് തോന്നുന്നത് അത് 1979 ഞാൻ ബോംബെയിൽ നിന്ന് വന്ന് ആവളയിൽ എൻ്റെ ശരിയായ വീട്. അപ്പോൾ ആവള ഒരു 5 മണിക്ക് ഒരാൾ വന്ന് വിളിക്കുന്നതന്നെ. ആരാ? നാരായണൻ്റെ വീടാണോ? നാരായണൻ എന്താണെന്ന് വെച്ച് ഞാൻ സാധാരണ വിചാരിക്കും അതിന് ടിക്കറ്റും കാര്യങ്ങളും വിമാന ടിക്കറ്റും കാര്യങ്ങളും ചെയ്താക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതിന് വന്നായിരിക്കും. അല്ല നിങ്ങൾക്ക് ഒരു കോളും കൊണ്ടൊന്നും വന്നല്ല, എന്നാലും ഇരിക്കും എന്താണെന്ന്. അപ്പോൾ പറഞ്ഞു എന്നാ അബൂക്കറാജി പറഞ്ഞാച്ചാ, ഇത് അബൂക്കറാജി നടക്കാറ് അബൂക്കറാജി നമ്മൾ കോഴിക്കോട്ടല്ലേ. എന്തായിരുന്നു അത്? ഓറ് പറഞ്ഞാച്ചിട്ട് വന്നാന്ന് കണ്ടിട്ടോ. എന്താണ്? അപ്പോൾ എനിക്കൊരു ഒരു ജിജ്ഞാസ എന്താണെന്നല്ലേ. അപ്പോൾ എന്താ ശരിക്കും അത് ഞാൻ അബുദാബി ഡിഫൻസിൽ ജോലിയാണ്. ഡിഫൻസ് മീൻസ് ഗവൺമെൻറ് ജോലിയാണ്, പട്ടാളത്തിൽ ജോലിയാണ്. എന്നിട്ട് ഞാനിങ്ങനെ 5 ദിവസമായി വന്നിട്ട് ബോംബെ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ കസ്റ്റംസ് എല്ലാം കഴിഞ്ഞ് എൻ്റെ പാസ്പോർട്ട് കാണാണ്ടായിപ്പോയി. പാസ്പോർട്ട് കാണാണ്ടായി. അങ്ങനെ ഞാൻ അങ്ങോളം നോക്കി, കസ്റ്റംസിന് ഒന്നുമില്ല. അപ്പോൾ അവർ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു പരാതിയും കൊടുത്ത് പോന്നതാണ്. എനിക്ക് 5000 റിയാൽ, അന്ന് ശമ്പളക്കാരനാണ്, ഒരു രക്ഷയില്ലെന്നാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടി ഞാൻ ഓരോരുത്തർ പോയാലും ഓറ് പറഞ്ഞ് അബൂക്കറാജിയോട് പറ, നാരായണനോട് പറയുക, അങ്ങനെയാണ് ഞാനിവിടെ വരുന്നത്. എന്തെങ്കിലും ഒന്ന് ചെയ്യാനെന്ന് ഞാൻ അപ്പം തന്നെ എൻ്റെ അനുജനുണ്ട് അവിടെ, അനുജന് ടെലിഫോണാണ്, ടെലിഫോൺ ബുക്ക് ചെയ്ത് വിളിച്ച് ഒരു കത്തും കൊടുത്ത് ഇയാൾക്ക്. അന്നേരം തന്നെ ഞങ്ങൾ നാളെ തന്നെ ബോംബെക്ക് പോയിക്കൊന്നാണ്. അവൻ എന്താക്കി, അവൻ കസ്റ്റംസ് പോയി ഈ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്നൊരു സെക്ഷൻ ഉണ്ട് അവിടെ, എന്താ നഷ്ടപ്പെട്ടാലും എടുത്ത് വെക്കുന്ന സംഗതി അവിടെ ഉണ്ട്. അപ്പം ആ സെക്ഷനിൽ പോയി ഇവൻ ഞാൻ ഉള്ളിലെല്ലാം പോകും, എല്ലായിടത്തും പോകുന്ന ആളെ. ഇവൻ പോയി കാര്യങ്ങളെല്ലാവരും പാസ്പോർട്ട് കിട്ടി. പാസ്പോർട്ട് കിട്ടിയുടെ എന്തായാലും സന്തോഷം. അങ്ങനെ അതെല്ലാം ഒരു നിമിത്തം, ഇത് ഞാൻ ചെയ്തെന്നല്ല, അങ്ങനെ തോന്നിച്ചല്ലോ എന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. അതാ അവർക്ക് അങ്ങനെ തോന്നിക്കി, ഇങ്ങനെ തോന്നിക്കി. അയാളെ ബോംബെയിൽ ഞാൻ പറഞ്ഞാക്കി, അയാൾക്കത് കിട്ടുകയും ചെയ്ത്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ്റെ കൂടെ ഇവിടെ വരാറുണ്ടായിരുന്നു, വളരെ ചെറിയ. ഇവിടെ ഞങ്ങളെ വളരെ വിശ്വാസമാണ്, ഞങ്ങൾ കുടുംബപരമായിട്ട് എല്ലാവരും വിശ്വസ്തരായിരുന്നു. ഇവിടെ വരികയും പോവുകയും നിറച്ച് കൊടുക്കലെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അറിയാം. അന്നൊന്നും ഇങ്ങനെ ആവുമെന്നും ഞാൻ ബോംബെ പോകുന്നോ ഇങ്ങനെ കാണുമെന്നും ഞാൻ വിചാരിച്ചൊന്നല്ല, പഠിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ പിന്നെ ഞാൻ ഇവരെ ഓരോയിട്ടുള്ള ആ സ്നേഹവും ബഹുമാനവും എന്തോ ഒരു പൊരുത്തം ഉള്ളതുകൊണ്ട് എനിക്ക് ഈ പ്രദേശത്ത് നല്ല ഒരു ബന്ധങ്ങൾ ജനങ്ങളായിട്ടുണ്ട്. ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനം ഞാൻ നടത്തുന്നുണ്ട്, സ്കൂള്, പണ്ഡിത വെസ്റ്റ് എൽ പി സ്കൂൾ മാനേജറാണ് ഞാനിപ്പോൾ. അപ്പോൾ അതെല്ലാം ബോംബെയിൽ നിന്നുള്ള കാര്യങ്ങളിലാണ്. ഇതിനെല്ലാം കുറേ സഹായങ്ങൾ, മാനസിക സഹായങ്ങളെല്ലാം എനിക്ക് ഈ പ്രദേശത്തെ ജനങ്ങളും ചെയ്ത് തന്നിട്ടുണ്ട്. ബോംബെയിൽ താമസിക്കുന്ന സ്ഥലം ഏതാണ്? സാമുവൽ സ്ട്രീറ്റ്, തണ്ടൻപുര സ്ട്രീറ്റ്, മസ്ജിദ് ബന്ദർ. അവിടെ റൂം, അവിടെ ഫ്ലാറ്റ് ആയിരുന്നു. ഹമീദാജിന്റെ, വളപട്ടണ ഹമീദാജ് മരക്കച്ചവടക്കാർ, അവരതാണ്. അവിടെയാ താമസം. അവിടെ അങ്ങനെ ഓരോരുത്തർ എടുത്ത് കൊണ്ടുപോവുക. എന്നാലും ഇവിടെ വലിയൊരു ബിൽഡിങ്ങിന് 3-ാം നില മുഴുവൻ മൂപ്പർക്ക് ഒഴിഞ്ഞു കൊടുത്താ. അങ്ങനെയാ, മൂപ്പർക്ക് സെപ്പറേറ്റ് റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട്, അവിടെ കിടക്കാം. അല്ല ഞങ്ങളെല്ലാം പോയാൽ അടുത്ത് തന്നെ ഇരുന്നിട്ട് കഞ്ഞി കുടിക്കലും എല്ലാ സംഗതിയും വളരെ സ്നേഹത്തിലായിരുന്നു എല്ലാവരെയും. നമുക്ക് ഒരു സീറ്റ് അധികമായി. കാരണം വെച്ചാല് ഈ അവിടുത്തെ ആൾക്കാരോടെല്ലാം വർത്താനം പറയുകയും അവരെ ഒന്ന് കണക്ഷൻ ചെയ്ത് കൊടുക്കാനും അറിയാം. അത് ഞാൻ ഇവിടെ വന്നാൽ അന്നേരം എന്നെ വിളിക്കും, നാരായണൻ ആണ്, അത്ര പറയൂ, ആയിരിക്കും കുടിക്കും. അങ്ങനെയെല്ലാം പറഞ്ഞ് എല്ലാം അടുത്തിരുന്നത്. എനിക്ക് അവസാനത്തെ എൻ്റെ മക്കളെയും കൊണ്ടുവന്നേരം തന്നെ എനിക്ക് വല്ലാണ്ട് ഒരു ഹൃദയസ്പർശിയായിപ്പോയി. ഞാൻ മരിച്ച സമയത്തെല്ലാം ഞാൻ കംപ്ലീറ്റ് ഉണ്ട്. ഞാൻ ഫാത്തിമയിലുണ്ടായിരുന്നു മൂപ്പർ അവസാനം. ഞാൻ പോയി കാണുകയും ചെയ്തിട്ടുണ്ട്. ഫാത്തിമ ഇപ്പോൾ കാണുകയും
എല്ലാം ഞാൻ നല്ല നല്ല ബന്ധമുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ മൂപ്പരെ കാണാൻ വരും, ഒരുപാട് ആൾക്കാർ കാണാൻ വരും. എൻ്റെ ഒരു ബോസ് ഉണ്ടായിരുന്നു, അബ്ദുൾ റഹ്മാൻ കബൂത്തർ എന്നയാളുടെ പേര്, ചാവക്കാടിലാണ്. അപ്പൊ അയാൾക്ക് ഭയങ്കര വിശ്വാസമാണ്. അപ്പൊ അയാളുടെ മൂപ്പർ പറഞ്ഞില്ല, കണ്ടിയിൽ ഇബ്രാഹിം കുഞ്ഞബ്ദുള്ള മുസ്ലിയാരുണ്ടല്ലോ, ആ അപ്പൊ മൂപ്പർ അനിയനല്ലോ, അങ്ങനെ ഞങ്ങൾ പള്ളീൻ്റെ പിരിവിൽ വന്നാന്ന് കണ്ടെന്ന് ഞാൻ സാധിക്കണം. അന്നേരം ഞാൻ അതായത് എനിക്ക് തോന്നുന്നു 45 വർഷം മുമ്പ് അന്ന് 1,100 റുപ്യ എടുത്ത്. അന്ന് 1,100 റുപ്യ 1,100 എൻ്റെ ബോസ്. ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിലിൻ്റെ അടുത്ത ആള്, അയാളുടെ പേര്, അയാളിപ്പോ ഇല്ല മരിച്ചുപോയി, അബ്ദുറഹ്മാൻ കബൂത്തർ. അയാൾ ഹാജി മസ്താന്റെ ഒരാളായിരുന്നു, അടുത്ത ആളായിരുന്നു. അയാൾ ബോംബെയിൽ നിന്ന് കല്യാണം കഴിച്ച ആളാണ്. തൃശ്ശൂർ ചാവക്കാടാണ് വീട്. നമ്മളെ വീട്ടിലെല്ലാം വന്നത് വളരെ നല്ല വിശ്വാസമാണ്. അപ്പൊ അവർ അന്ന് വെച്ച് കൊടുത്തു. അന്ന് അയാളെല്ലാം ചെയ്ത് കൊടുക്കും, ഇവർക്കെല്ലാം ഡ്രസ്സുകൾ, പുതപ്പ് ഇതെല്ലാം വാങ്ങിച്ചു കൊടുക്കും. എന്നോട് നല്ലോണം എന്ത് ചെയ്താ നീ ചെയ്തോ, നീ പറഞ്ഞോന്ന് അറിയും. അങ്ങനെല്ലാം ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ ബോസിന്റെ കൂടെ ഒരു 25ഓളം വർഷം ഒന്നിച്ചായിട്ട് ഞാൻ അയാളെ മാനേജറായിരുന്നു. ട്രാവലിന്റെ പരിപാടിയെല്ലാം നിർത്തി ബോംബെയിൽ ബഹുമുഖ ബിസിനസ് നടത്തിയ ആളായിരുന്നു അയാൾ. ഓരോട്ട് നല്ല ഒരു ബഹുമാനം ഉള്ള ആളാണ്. അന്ന് എന്താ പറഞ്ഞാൽ എന്തും ചെയ്ത് കൊടുക്കും, എന്ത് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കും. അങ്ങനത്തെ ആൾക്കാരാണ് വരില്ല. അയാളെ BT സ്റ്റേഷൻ്റെ അടുത്ത് മുഹമ്മദ് റോഡിൽ ജിസ്തിമില്ല എന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ചത്. ഞങ്ങൾ ബിൽഡിംഗ് പരിപാടിയിലുണ്ട്, ഇപ്പോഴും എൻ്റെ ഫ്ലാറ്റും പരിപാടിയിൽ അവിടെ ഉണ്ട്, നിലനിൽക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയും പോയതാണ്. മക്കത്തെ ബഷീർ ഹാജിനെ ഞാൻ കണ്ടതായി ഓർക്കുന്നത്. ബോംബെയിൽ വന്നിട്ട് ഓരോ കൂടെ കണ്ടിട്ടുണ്ട്, 1-2 തവണ കണ്ടിട്ടുണ്ട്. നല്ല ഒരു സിമ്പിൾ മനുഷ്യനാണ്, വളരെ സ്നേഹത്തോടുകൾ സംസാരിക്കുന്നത്, ബഹുമാന പരസ്പരം സംസാരിക്കുന്ന ആളാണ്. പരസ്പര ബഹുമാനപൂരിതമായിട്ടാണ് അവരെല്ലാം സംസാരിക്കില്ല. അതാണ് നമുക്ക് വല്ലാത്തൊരു ആകർഷണം വരെയല്ലോ. അതാണ് സാധാരണ പരിയല്ല, വളരെ ഭവ്യത കൂടി ബഹുമാനപുരസ്സരം സംസാരിക്കുക. അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമാണ് ഇവരില്ല. അതുപോലെ നമ്മളെ ഹമീദ് ഹാജി, ബോംബെയിലുള്ള ഹമീദ് ഹാജിയും പല പ്രാവശ്യം ഇവിടെ നിന്നും ബോംബെയിൽ നിന്ന് ഞങ്ങൾ കണ്ട് എൻ്റെ റൂമിലും ഫ്ലാറ്റിലും വലിയ സംസാരിക്കുകയും ചെയ്യാനാണ്. തന്നെയല്ല, അയാൾ ഈ ഇവിടെ വരുമ്പോൾ മലയിൽ മക്കാമിൽ വരുമ്പോൾ വണ്ടി വെക്കുക എൻ്റെ വീട്ടിലായിരുന്നു. എൻ്റെ അവിടുന്ന് കുറേ കുപ്പി വെള്ളമെല്ലാം നിറച്ചിട്ടാണ് തിരിച്ച് യാത്രയല്ലോ, കുടിക്കുന്ന വെള്ളമല്ലോ. 2 ദിവസം 3 ദിവസം ഇവിടെ കുട്ടികളും മക്കളും ഭാര്യയും കൂടെ വരും. എന്നിട്ട് തിരിച്ചു പോകുമ്പോൾ വണ്ടിയെല്ലാം കഴുകി നീറ്റാക്കിയിട്ട് നിറച്ച് കുടിക്കുന്ന വെള്ളം കണ്ടു. എന്നോട് നല്ല വെള്ളം നേരാണ്, നല്ല വെള്ളാന്നില്ല വെള്ളം എന്നെല്ലാം പറഞ്ഞാൽ പോവാറ്. ആ പല പ്രാവശ്യം അത് സ്നേഹപരസ്പരമുള്ള പെരുമാറ്റമാണ്. എനിക്ക് തോന്നുന്നു എനിക്കൊരു 8, 9, 10 വയസ്സുള്ള കാലഘട്ടത്തിൽ ചേരാപുരത്ത് നിന്നാണ് ഒരു വരവ് വരും ഇവിടെ, നേർച്ച വരവ് എന്ന് പറയും. അതിന് കാക്കുനി, തീക്കുനി, കാക്കുനി, അങ്ങനെ അരൂർ ആ വയ്ക്കുന്നതാന്ന് വരിക. നാദാപുരം വയ്ക്കുന്നല്ലോ, അതിന് ആന, അതിന്റെ കോൽക്കളി, തേര്, അറബൻ, എല്ലാ മുട്ടുകളും, എല്ലാ കലാപരിപാടികളും, പാട്ട്, ബൈത്ത്, ഇതെല്ലായിട്ട് ഒന്നിച്ചാ വരിക. അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ നേർച്ച ആകുമ്പോൾ കാത്തിരിക്കുക, ഇത് കാണാൻ വേണ്ടി, നേർച്ച വരവ് കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. അതൊരു ഗംഭീര, ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാകും, ആയിരക്കണക്കിന്. അതിൽ ഇളനിക്കൊല ഉണ്ടാവും, ആടുണ്ടാവും, കാളയുണ്ടാവും, എല്ലാ നേർച്ച സാധനങ്ങൾ മുഴുവൻ സാധനം ഉണ്ടാവും. ഇളനിരിക്ക് ഇങ്ങനെ ഓരോരുത്തരുടെ കയ്യിലുണ്ടാവും. എന്നിട്ട് ഇവിടെ വലിയ പന്തൽ നെടുമ്പരുണ്ട് അവിടെ, പിന്നെ ഇങ്ങനെ ഇതിന്റെ മുകളിൽ കിട്ടും. എല്ലാം കാണേണ്ടതാണ്. ഇവിടെ എല്ലാം ധർമ്മം പിരിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവും. പല കേരളത്തിന്റെ പല ഭാഗത്തുനിന്നും തമിഴ്നാടിന്റെ ഭാഗത്തുനിന്നും ആൾക്കാർ 2 സൈഡുകൾ ഒരു ചന്ത പോലെ കെട്ടിയിട്ടുണ്ടാവും. ആൾക്കാരെല്ലാം കാണാൻ വിസ്മയം കൊള്ള ഈ പ്രദേശത്ത് ആരവം, തിരക്ക് പിടിച്ച അവസരങ്ങളായിക്കൊണ്ടിരുന്നുണ്ടല്ലോ. അതെല്ലാം അനുഭവിച്ചറിഞ്ഞ ആൾക്കാർക്കാണ് ഏകദേശം 1 മാസത്തോളം ഇവിടെ അതിന്റെ തിരക്കായിരിക്കും.